രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ സീത ഹനുമാനോട് സന്ദേശം പറഞ്ഞത് നമ്മൾ കണ്ടു. സമേ കവിശ്രേഷ്ഠ സലക്ഷ്മണം പ്രിയം സയൂഥവം ക്ഷിപ്രമിഹോപപാദയ. വളരെ വേഗം ആ രാമലക്ഷ്മണന്മാരെ നീ ഇങ്ങോട്ട് എത്തിക്കണം, അതിൻ്റെ കടമയാണ്. നീ വിചാരിച്ചാൽ അതിന് സാധിക്കും. വളരെ കാലമായിട്ട് ദുഃഖിക്കുന്ന എന്നെ സന്തോഷിപ്പിക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ആ കർത്തവ്യം നീ നിറവേറ്റണം എന്ന് പറഞ്ഞു. അതിനുശേഷം ആ ഹനുമാൻ സീതയുടെ വാക്കുകളെ അഭിനന്ദിച്ചു. ദേവി, ഈ പാതിവൃത്യത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ഭവതി ഇപ്പോൾ പറഞ്ഞത്. ഒരു സ്ത്രീക്ക് ഈ ആകാശശാരിയായിട്ടുള്ള ഒരാളുടെ പുറത്ത് കയറി ഇരിക്കാൻ പറ്റില്ല എന്ന് ഭവതി പറഞ്ഞത് ശരിയാണ്. എനിക്കതിന് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ കഴിയില്ല എന്ന് ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു. അതെനിക്ക് അത്രയും കൂടെ ആലോചന പോയില്ല. രണ്ടാമത്തെ കാരണം നീ പറഞ്ഞു, ദ്വിതീയം കാരണം വെച്ചാ ഇനി അഥവാ സീതയ്ക്ക് അതിന് കഴിയുമെങ്കിൽ തന്നെ മറ്റൊരാളുടെ ശരീരത്തിൽ ഇരിക്കാനോ കയറിയിരിക്കാനോ ഒട്ടും തന്നെ താല്പര്യമോ ഇഷ്ടമോ ഇല്ല, മനസ്സിന് സമ്മതമില്ല. അതും വളരെയധികം യോജിച്ചത് തന്നെ. ആ പുരുഷ സ്പർശം ഭവതി ആഗ്രഹിക്കുന്നില്ല എന്ന് രണ്ടാമതായി പറഞ്ഞതും ഉചിതമാണ്. മഹാത്മാവായ രാമപത്നിക്ക് യോജിച്ച വാക്കാണ് ഭവതി ഇപ്പോൾ പറഞ്ഞത്. ഇതെല്ലാം രാമൻ അറിയും. ദൂരെ ഇരുന്നുകൊണ്ട് എവിടെ നടക്കുന്ന കാര്യങ്ങളും കാണാനും കേൾക്കാനും കഴിവുള്ള ആളാണ് രാമൻ. രാമൻ ഈശ്വരനാണ് എന്ന തോന്നൽ, ആ ഒരു ഭാവന അവിടെ ഉണ്ട് എന്നർത്ഥം. അല്ലാണ്ട് എങ്ങനെയാ ഇതൊക്കെ അറിയുന്നു പറയാ. ശ്രോഷ്യതേ ചൈവ കാകുസ്തർവം നിരവശേഷത. എല്ലാം രാമൻ തീർച്ചയായിട്ടും അറിയും എന്ന് പറയാണ്. ദേവി, പല കാരണം കൊണ്ടും, ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം വേറൊന്നുമല്ല, രാമനോടുള്ള എൻ്റെ ഇഷ്ടം കൊണ്ടാണ്. ജീവൻ ത്യജിക്കാനും ഞാൻ തയ്യാറാണ്. ഭവതിയെ പെട്ടെന്ന് തന്നെ രാമൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ആവേശത്തിൽ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് ദേവിക്ക് സാധിക്കുന്ന ഒന്നല്ല എന്ന് ഞാൻ അറിയേണ്ടതായിരുന്നു. എന്തായാലും സ്വാമിയുടെ സ്നേഹം കൊണ്ടും ഞാനതങ്ങ് പറഞ്ഞു പോയതാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളെ ഒന്നിപ്പിക്കാനുള്ള വ്യഗ്രത കൊണ്ട് ഞാനത് പറഞ്ഞതാണ്. പിൻവലിച്ചിരിക്കുന്നു. ഭവതിക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല എങ്കിൽ ഞാൻ പിൻവലിച്ചിരിക്കുന്നു. പക്ഷേ ദേവി, ആ രാമനോട് ഭവതിയെ കണ്ടു എന്ന് തെളിവായിട്ട് ഞാൻ എന്താണ് നൽകുക? രാമൻ ചോദിക്കും ചിലപ്പോൾ. അങ്കുലീകം ഭവതിക്ക് കാണിച്ചു തന്നല്ലോ. അതുപോലെ യതിനോത്സഹതേയാതും മയാ സാർദ്ധമനിന്ദിതേ അഭിജ്ഞാനം പ്രയച്ഛത്വം ജാനീയ രാഘവോ ഹിയൻ. ആ രാമനോട് അടയാളമായിട്ട് എങ്ങനെയായാൽ ഞാൻ ഭവതിയെ കണ്ടു എന്ന് രാമൻ അറിയും. അത് ഒന്ന്, അതിനുള്ള ഒരടയാളം ദയവായിട്ട് എനിക്ക് പറഞ്ഞു തരണം എന്നൊരു അപേക്ഷ ഹനുമാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഞാൻ ഭവതിയെ കണ്ടു എന്ന് രാമൻ എങ്ങനെയാണ് അറിയുക? അതൊന്ന്, അതിനുള്ളൊരു മാർഗം പറഞ്ഞു തരണം. അപ്പോൾ ഒരു അടയാള വൃത്താന്തം സീത പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പണ്ട് പഞ്ചവടിയിൽ ആയിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം, അതിനെയാണ് ഇവിടെ അടയാളവാക്യമായിട്ട് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീടാണ് ചൂടാമണി കൊടുക്കുന്നത്. അടയാളവാക്യം അതിനെ സീത പറഞ്ഞു കൊടുക്കുന്നു. ചിത്രകൂട പർവ്വതത്തിൻ്റെ ആ അടിവാരത്തിൽ, അവിടെ ധാരാളം കായികനികളും വൃക്ഷങ്ങളൊക്കെയുള്ള നല്ല ഒരു പ്രദേശമാണ് ചിത്രകൂടത്തിൻ്റെ താഴ്വര. പൂക്കളുടെ ഗന്ധമൊക്കെ ഉള്ള അവിടെ ഞാൻ രാമൻ്റെ മടിയിൽ കിടന്നു.
അത് രാമനോട് സീത പറയുന്നതായിട്ടാണ് ഇവിടെ വാക്കുകൾ. അങ്ങ് എന്നാണ് രാമനെക്കുറിച്ച് പറഞ്ഞത്, രാമൻ്റെ എന്നല്ല. അങ്ങയുടെ മടിയിൽ ഞാൻ കിടന്നു എന്ന് ഇങ്ങനെ അവിടെ പോയിട്ട് പറയണം എന്നാണ് സന്ദേശം. വലിയ രാമ, അങ്ങയുടെ മടിയിൽ ഞാൻ ക്ഷീണിച്ച് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് എൻ്റെ മടിയിലും ഉറങ്ങുണ്ടായി. ആ സമയത്ത് ഒരു കാക്ക അവിടെ വരികയുണ്ടായി. അത് ഇന്ദ്രൻ്റെ പുത്രൻ ജയന്തനാണ്. ധാരയൻ സജമാം കാകസ്തത്രേവ പരിലീയതേ നാജാ ഉപാരമൻ മാംസ ഭക്ഷാർത്ഥി ബലിഭോജന. ഭക്ഷണാർത്ഥിയായിരിക്കുന്ന ആ കാക്ക എൻ്റെ ശരീരത്തിൽ നിന്ന് മാംസം കൊത്തി മുറിക്കാൻ തുടങ്ങി. അവിടെ എല്ലാം ചോര ഉണ്ടാവുകയും ചെയ്തു. അപ്പം അത്തരമൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ കാക്ക അവിടെ ചുറ്റി തിരിഞ്ഞത് കണ്ടപ്പോൾ എനിക്കൊരു പന്തികേട് തോന്നി. ഞാൻ എന്ത് ചെയ്തു? അതിനെ ആട്ടിക്കളയാൻ വേണ്ടിയിട്ട് അരപ്പട്ട അഴിച്ചെടുത്തു. അരയിൽ കെട്ടിയതായിട്ടുള്ള അരപ്പട്ട ഏലസ് അഴിച്ചു. ആ സമയത്ത് വസ്ത്രം അഴിഞ്ഞു പോണ് കണ്ടപ്പോൾ രാമൻ ചിരിച്ചു. ഒന്നങ്ങനെ ചിരിക്കുക, തമാശ പോലെ കളിയാക്കുന്ന വിധത്തിൽ രാമൻ ചിരിക്കുകയുണ്ടായി എന്ന് പറയണം. ആ സമയത്ത് പരിഹസിച്ചപ്പോൾ ഞാൻ ലജ്ജിച്ചു. മാത്രമല്ല, ഈ കാക്ക ഉപദ്രവിക്കാൻ വന്ന ദേഷ്യം കൊണ്ടൊരു കോപം എനിക്ക് അല്പം വന്നു. ബുദ്ധിമുട്ടുന്ന സമയത്ത് ആ പരിഹാസം എന്ന രീതിയിൽ കാക്കയുടെ ശല്യം സഹിക്കാത്തതായിട്ടുള്ള ആ മാനസികാവസ്ഥയിൽ ഇതാ പരിഹാസവും വന്നിരിക്കുന്നു. അപ്പോൾ ആർക്കായാലും ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. സീത പറയണം, അങ്ങനെ എനിക്ക് ദേഷ്യവും വന്നു. ഞാൻ അങ്ങയുടെ മടിയിൽ കിടന്നു. രാമനോട് സീത പറയുന്ന പോലെയാണ് പറയുന്നത്, അങ്ങയുടെ മടിയിൽ ഞാൻ കിടന്നു. ഇത് അവിടെ പോയിട്ട് ഇങ്ങനെ പറയണം എന്നാണ് പറയണത്. ഞാൻ അങ്ങയുടെ മടിയിൽ കിടന്നു. ആ സമയത്ത് ഈ കാക്ക വീണ്ടും അവിടെ എത്തി എൻ്റെ മാറിടത്ത് കൊത്തി എന്ന് ഇവിടെ പറയണു. സതത്ര പുനരേവാസ്ത വായസമുപാഗമൽ തഥാ സുപ്ത പ്രബുദ്ധാമാം രാഘവാങ്കാൽ സമുത്തിതാം. ഉറങ്ങിക്കിടക്കുന്നതായിരിക്കുന്ന എൻ്റെ ആ സ്ഥലത്തിൽ കൊത്തി മുറിച്ചു. അത് കണ്ട് രാമൻ എഴുന്നേറ്റു. ചോര ഒഴുകുന്നത് കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടു. കേനതേനാഗനാസൂരു വിക്ഷതം വൈ സ്ഥനാന്തരം. നിൻ്റെ സ്ഥലമറ്റത്തിൽ കൊത്തിയത് ആരാണ്? ആരായാലും അവൻ അനുഭവിക്കും. കാരണം ആരോടാണ് അവൻ കളിച്ചത്? പഞ്ചവക്ത്രേണ ഭോഗിന, 5 തല സർപ്പത്തിനോടാണ് കളിച്ചിരിക്കുന്നത്. ആരാ 5 തല സർപ്പം? രാമൻ. അവൻ്റെ പത്നിയോട് കളിക്കുക, അല്ലെങ്കിൽ അവൻ്റെ പത്നിയെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ആരെയെ ഉപദ്രവിച്ചതിന് തുല്യമാണ്? രാമനെ ഉപദ്രവിച്ചതിന് തുല്യമാണ്. അത് 5 തലയുള്ള സർപ്പമായിട്ടുള്ള എന്നോട് ആരാണ് ഇവിടെ കളിക്കാൻ ഒരുങ്ങിയത് എന്ന് എന്നോട് ചോദിച്ചു. ഈ വാക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും രാമന് ബോധ്യമാവും സീതയെ തന്നെയാണ് കണ്ടകണ. ഈ വാക്ക് സീത മാത്രമേ അതുവരെ ലോകത്തിൽ അറിയുള്ളൂ. വേറെ ഒരാളറിയാത്ത ചില വാക്യങ്ങളാണ് അടയാളവാക്യം. വേറുള്ളവരോട് പറഞ്ഞിട്ടുമില്ല, പറയൂല. അപ്പോൾ ഇത് പറഞ്ഞാൽ തീർച്ചയായിട്ടും രാമൻ വിശ്വസിക്കും. അതുകൊണ്ട് ആരാണ് 5 തലയുള്ള സർപ്പത്തിനോട് കളിക്കുന്നത്? പെട്ടെന്ന് ആ ഭൂമിയുടെ ഉള്ളിലേക്ക് ആ ജയന്തൻ ഇന്ദ്രപുത്രൻ മറിഞ്ഞു പോയി. അപ്പം തന്നെ ദർഭ ജപിച്ച്, ബ്രഹ്മാസ്ത്ര മന്ത്രം ജപിച്ച് അങ്ങ് അയച്ചില്ലേ? അവനോടാണ് സീത പറയണത്. അങ്ങനെയാണ് അടയാളവാക്യം. ആ പക്ഷിയുടെ നേരെ ജ്വലിച്ചു എന്ന് പറയണം. സതം പ്രദീപ്തം ചിക്ഷേപൻ ദർഭം തം വായസം പ്രതീതത്വായസം ദർഭ സോംബരേ സുജഗാമഹ. ആകാശത്തിലൂടെ ആ ബ്രഹ്മാസ്ത്രം അയച്ച ദർഭപ്പുല്ല് പാഞ്ഞു ചെന്ന് ജയന്തൻ്റെ പിന്നാലെ ഓടി. ഇന്ദ്രപുത്രൻ്റെ നേർക്ക് പാഞ്ഞു ഓടി. ലോകം മുഴുവനെ ആ ഇന്ദ്രപുത്രന് ഓടി എന്ന് പറയുകയാണ്. പോയിട്ട് പലരെയും ശരണം പ്രാപിച്ചു. ശിവനെയോ ബ്രഹ്മാവിനെയോ ആരെങ്കിലുമൊക്കെ പല മഹർഷിമാരെയും ശരണം പ്രാപിച്ചു. എന്നെ രക്ഷിക്കണം, ബ്രഹ്മാസ്ത്രം വരുന്നു. ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് അഭയം തരാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് എല്ലാവരും കൈയൊഴിഞ്ഞ് ത്രിലോകാൻ സംപരിക്രമ്യ തമേവ ശരണം ഗത. ത്വമേവ, അല്ലെങ്കിൽ രാമ അങ്ങേ തന്നെ ശരണം പ്രാപിച്ചു. സപിത്രാച പരിത്യക്ത, എല്ലാവരാലും പിതാവായ ഇന്ദ്രനാലും പരിത്യക്തനായി, ഉപേക്ഷിച്ചു. ഇവിടെ നിൽക്കരുത്, കാരണം ബ്രഹ്മാസ്ത്രം എന്നാൽ ഇവിടെയും കൂടി നശിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരാലും പരിത്യക്തനായി, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവൻ രാമൻ്റെ അടുത്ത് തന്നെ ശരണം പ്രാപിച്ചു. സതം നിപതിതം ഭൂമോ ശരണ്യശരണാഗതം പദാർഹം അഭി കാകുസ്തകൃപയാ പര്യപാലയത്. പദാർഹനാണ് ഒരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ കൊത്തിമുറിച്ച്
യോജിപ്പിക്കുക സ്ത്രീ പീഡനമാണത്, സ്ത്രീ പീഡന വകുപ്പിൽ വരുന്നതാണ് അല്ലേ. ശരിക്കും എന്താണ് അതിൻ്റെ ശിക്ഷ? വധാർഹനാണ്, കൊല്ലുതന്നെ, വേറെ സംശയമൊന്നുമില്ല. നീ വധാർഹനാണ്, എങ്കിലും ഞാൻ നിനക്ക് അഭയം തരുന്നു എന്ന് അങ്ങ് പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടുള്ളവരോടും കൂടി ശരണം പ്രാപിച്ചപ്പോൾ കരുണ കാണിക്കുന്നവനാണ് രാമൻ എന്നർത്ഥം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്ക് ഞാൻ ജീവൻ തരാം, ജീവൻ മാത്രമേ തരുള്ളൂ. എന്തെങ്കിലും ഒന്ന് ഈ ബ്രഹ്മാസ്ത്രത്തിന് മാത്രമാവണം, ബ്രഹ്മാസ്ത്രം പാഴിലാവാൻ പാടില്ല. പരിദ്യുവനം ദിവർണം ച പതമാനം തമപ്രവിൽ മോഹമസ്ത്രം ന ശക്യന്തു ബ്രാഹ്മം കർത്തും തതുച്യതാം. ഈ ബ്രഹ്മാസ്ത്രത്തിന് എന്തെങ്കിലും ഒരു ഇര വേണം. അതെന്താണ്? ഞാൻ നിൻ്റെ കളയേണ്ടതിന് നിന്നെ ഏതെടുത്ത് ശിക്ഷിക്കണം? നീ എന്നെ പറഞ്ഞാൽ മതി, വെറുതെ ആവാൻ പറ്റില്ല. പക്ഷേ ഞാൻ നിന്നെ വധിക്കാതെ വേണമെങ്കിൽ ജീവൻ തരാം. എങ്കിൽ എൻ്റെ വലത്ത് കണ്ണ് ആ ബ്രഹ്മാസ്ത്രം എടുത്തോട്ടെ എന്ന് ആയിക്കോട്ടെ. അങ്ങനെ ജീവന് വേണ്ടി ജയന്തൻ വലത്തെ കണ്ണ് ഉപേക്ഷിച്ചു. അന്ന് മുതൽക്ക് കാക്കയ്ക്ക് ഒരു കണ്ണേ കാണുള്ളൂ എന്നാണ്. എറ്റേ ടൈം ഒരു കണ്ണേ കാണുള്ളൂ. ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ മറ്റേ കണ്ണും കാണില്ല എന്ന് പറയുന്നുണ്ട്. ശരിയാണോ എന്നിപ്പോൾ ജീവശാസ്ത്രജ്ഞന്മാർക്കേ അറിയുള്ളൂ. ഇവിടെ ഒരു കണ്ണുകൊണ്ട് എത്ര കാക്ക നോക്കുക എപ്പോഴും, രണ്ട് കണ്ണുകൊണ്ടും കൂടി നോക്കാൻ കഴിയില്ല എന്നാണ്. അങ്ങനെയാണ് അതിൻ്റെ ബയോളജിക്കൽ രീതിയിൽ നിന്ന് ചിലർ പറയണു കേട്ടോ, എനിക്ക് ഉറപ്പില്ല. എന്തായാലും ഒരു കണ്ണ് ആ കളഞ്ഞു. അത്രയും കാരുണ്യം. അപ്പോൾ അവിടെ സീത പറയുകയാണ്, മൽകൃതേ കാക മാത്രേബി ബ്രഹ്മാത്രം സമുദീരിതം. കാക്കയ്ക്ക് നേരെ ശരിക്കും ബ്രഹ്മാത്രമൊന്നും ആവശ്യമില്ല, അതിനെ മര്യാദയ്ക്കൊന്ന് കൈകാര്യം ചെയ്ത ഭഗവാൻ നോക്കിയ കാക്ക ഭസ്മാവും അല്ലേ. എനിക്ക് വേണ്ടിയിട്ട് എന്നോടുള്ള കാരുണ്യത്താൽ ആ കാക്കയ്ക്ക് നേരെയും കൂടി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ എത്ര ദേഷ്യം! എന്നോടുള്ള ആ ഒരു സ്നേഹം വായ്പ കൊണ്ടാണ് രാമൻ അത് ചെയ്തത്. ആ രാമൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ വരാത്തത്? ഇന്ദ്രതുല്യമായിട്ടുള്ള തേജസ്സുള്ളതായിട്ടുള്ള ആ രാമൻ ഞാൻ ഇത്രയൊക്കെ കഷ്ടത്തിലായി എന്ന് എന്തേ അറിയുന്നില്ലായിരിക്കും? അറിഞ്ഞാൽ വരാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് വരാത്തത്? ഇന്ദ്രതുല്യനായിട്ട് ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് ഇന്ദ്രതുല്യനായിട്ടുള്ള രാമൻ ഇവിടെ വരാത്തത്? വില്ലാളി വീരനാണ്. ഈ രാക്ഷസന്മാരെ വധിക്കാനുള്ള കഴിവ് എന്താ രാമനില്ലേ? ഇതിലെന്താണ് ഇവിടെ വരാത്തത്? പോരിൽ രാമനെ തടുക്കാൻ ഈ ലോകത്തിൽ ദേവഗന്ധർവദാനവന്മാർക്ക് ആർക്കും കഴിവില്ല. എന്നിട്ട് വേണ്ടേ രാക്ഷസന്മാരും രാവണനും? അതുകൊണ്ട് അവരെ എന്തുകൊണ്ടാണ് രാമൻ നശിപ്പിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തുല്യ ഗുണങ്ങളുള്ളതായിരിക്കുന്ന ലക്ഷ്മണൻ എവിടെ എന്ന് ചോദിക്കുകയാണ്. ഭർത്തുരാദേശമാതായ ലക്ഷ്മണോവാ പരന്തഭ. ജ്യേഷ്ഠൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് തൻ്റെ ജീവൻ പോലും ധരിക്കാൻ തയ്യാറായിക്കൊണ്ട് കാട്ടിൽ കൂടെ സഞ്ചരിക്കുന്ന ലക്ഷ്മണൻ ഈ ദുഷ്ടരാവണയിൽ നിന്ന് എന്താണ് എന്നെ രക്ഷിക്കാത്തത്? എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ച് അനാഥയാക്കുന്നത് എന്താണ്? എന്ത് പാപമാണ് പൂർവ്വജന്മത്തിൽ ഞാൻ ചെയ്തത്? യതിതോ പുരുഷവ്യാഗ്രോ വായുവിന്ദ്ര സമതേജസോ. വായു, ഇന്ദ്രൻ മുതലായിട്ടുള്ളവരാൽ തുല്യ തേജസ്സുണ്ട് രാമലക്ഷ്മണന്മാർക്ക്. ഇന്ദ്രൻ്റെയും വായുവിൻ്റെയും തുല്യ തേജസ്സുള്ളതായിട്ടുള്ള അവർ എന്തുകൊണ്ടാണ് എന്നെ രക്ഷിക്കാത്തത്? അപാരമായിട്ടുള്ള ദുഃഖത്തിലല്ലേ ഈശ്വര ഞാൻ പോയി പെട്ടത്. തച്ഛോകവിമുഖോ രാമോ ദേവി സത്യേന ദേശഭേ. ആ സമയത്ത് ഹനുമാൻ പറഞ്ഞു, ഹേ ദേവി, ഇപ്രകാരം ദുഃഖിക്കേണ്ട കാര്യമില്ല. അങ്ങേ ഭവതിക്ക് സമാശ്വാസമായിട്ടുള്ള കാലം വരാൻ പോവുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തീർച്ചയായിട്ടും നല്ല കാലമാണ് എന്ന് ദേവി മനസ്സിലാക്കിക്കൊള്ളുക. ആ രാമനും ലക്ഷ്മണനും വളരെയേറെ ദേവിയെക്കുറിച്ച് ദുഃഖിക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലേണ്ട താമസമേ ഉള്ളൂ. പിന്നെ ഒരുപാട് താമസമൊന്നും അവരിവിടെ എത്താനും ഉണ്ടാവില്ല. ഇവിടെ എത്തിയാലോ ലങ്കയില്ല, രാവണനും ഇല്ല. അതിന് വല്ല സംശയമുണ്ടോ ദേവിക്ക്? എനിക്കൊരു സംശയമില്ല എന്ന് പറയാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തി ഈ വിവരം പറഞ്ഞ് രാമലക്ഷ്മണന്മാർ ഇവിടെ എത്തേണ്ട താമസമേ ഉള്ളൂ. അവർ ഒരുപാടൊന്നും ഇല്ല താനും. കവിയുമ്പേയും കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചവിട്ടി ഒന്നങ്ങോട്ട് കുതിച്ചാൽ അപ്പുറത്തേക്ക് എത്തായി. വിവരം ഇങ്ങോട്ട് കേട്ടാലോ അവരിങ്ങോട്ട് വരികയായി. അവരിങ്ങോട്ട് വന്നാലോ രാവണനും ഇല്ല, ലങ്കയില്ല, ദേവി. ഇനി വളരെ കുറച്ച് താമസം മാത്രമേ രാവണനാശത്തിനും ലങ്കാനാശത്തിനും ദേവിയുടെ രക്ഷയ്ക്കുമായിട്ടുള്ളൂ എന്ന് ദേവി മനസ്സിലാക്കിയാലും നല്ല കാലത്തിൻ്റെ ആരംഭം. ദർശനകൃതോത്സാഹോലോകാൻ ഭസ്മീകരിഷ്യത. ഈ ലോകത്തെ മുഴുവൻ കീഴ്വേൾ മറിക്കുകയോ ചുടണ്ടി വന്നാലോ രാമലക്ഷ്മണൻ മടിക്കില്ല. ദേവിയെ കിട്ടാൻ വേണ്ടി എന്തും അവർ ചെയ്യും. അതുകൊണ്ട് രാവണനെ കൊന്ന പവതിയെ കൊണ്ടുപോകുമെന്ന് ദേവി ധരിച്ചാലും എന്താണ് ഞാൻ രാമലക്ഷ്മണന്മാരോട് പറയേണ്ടത്?
ബ്രൂഹിയദ്രാഘവോ വാച്ചോ ലക്ഷ്മണച്ച മഹാബലനായ ലക്ഷ്മണനോടും രാമനോട് ഞാൻ എന്താണ് പറയേണ്ടത്? സുഗ്രീവോ ചാപി തേജസ്വി ഹരയോ വാ സമാഗത. സുഗ്രീവനോടും മറ്റു വാനന്മാരോടും എന്ത് ഞാൻ പറയണം എന്ന് ദേവി പറഞ്ഞാലും സീത പറഞ്ഞു, കുശലം, എൻ്റെ മന്ദനം, ഇതൊക്കെ നീ അവരോട് പറയണം. ഇത്തവരിതമിഞ്ച സീത പുനരഥ ബ്രവീൽ കൗസല്യ ലോകഭർത്താരം സുഷവേയം മനസ്സിനി തം മമാർത്ഥേ സുഖം പൃച്ഛ ശിരസാചാഭിവാദയ. ശിരസ് കൊണ്ടുള്ള എൻ്റെ നമസ്കാരവും അവരുടെ കുശലം ഞാൻ അന്വേഷിച്ചു എന്നും, അതുപോലെ തന്നെ എൻ്റെ രാമനെ അച്ഛനായിട്ട് കാണുന്ന ലക്ഷ്മണനോടും കുശലാന്വേഷണങ്ങൾ പറയണം. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം അവിടെ പറയുക. അച്ഛനായിട്ടാണ് രാമനെ കാണുന്നത്, എന്നെയോ അമ്മയായിട്ടും കാണുന്നു. ഏത് പ്രകാരത്തിൽ സുമിത്ര രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാദേതാ സുഖം. അത് ശിരസാ വെച്ചുകൊണ്ട് എന്നെ അമ്മയായിട്ടും രാമനെ അച്ഛനായിട്ടും കാണുന്ന ആ ലക്ഷ്മണനോട് വേണ്ട വിധം അല്ലയോ കവിശ്രേഷ്ഠ വാനരശ്രേഷ്ഠ അങ്ങ് പറയണം, വേഗം എൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് പറയണം. ആ ലക്ഷ്മണൻ രാമപ്രിയനാണ്. വൃദ്ധോപസേവി ലക്ഷ്മീവാൻ ശക്തോ നവകുഭാഷിത. അധികം സംസാരിക്കാത്തവനും ശ്രീമാനാണ്, ശ്രീ നിറഞ്ഞിട്ടുള്ളവനും ശക്തനും മിതഭാഷയും രാമപ്രിയനുമായിട്ട് ലക്ഷ്മണനോട് കുശലം ചോദിക്കണം. ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് വിശേഷം എന്ന് ലക്ഷ്മണനോട് പ്രത്യേകം പറയണം. ലക്ഷ്മണനോട് വേണ്ട പോലെ നീ പറയുക, അതൊക്കെ നിനക്ക് സാധിക്കും, നീ അതിന് സമർത്ഥനാണ്. ത്വമസ്മിൻ കാര്യനിർവാഹേ പ്രമാണം ഹരിയൂതഭ. കാര്യനിർവഹണത്തിന് നീ വളരെയധികം യോഗ്യനാണ്, വളരെയധികം കഴിവുള്ളവനാണ് എന്ന് എനിക്കറിയാം. ഇപ്പം മനസ്സിലായി കാര്യങ്ങളെ കൊണ്ട്. അതുകൊണ്ട് നീ വേണ്ട വിധം അതവിടെ പോയിട്ട് പറയുക. എന്തും കൂടി പറയണം. ഇവിടെ ഒരു കാര്യം പറയാം, ഇതം ബ്രൂയാച്ചമേ നാദം ശൂരൻ രാമം പുനഃ ജീവിതം ധാരയിഷ്യാമി മാസം ദശരഥാത്മജ. ഒരു മാസമാണ് എനിക്ക് ആയുസ് കുറിച്ചിട്ടിരിക്കുന്നത് രാവണൻ. അതിലിടയ്ക്ക് രാവണന് വഴങ്ങിയിട്ടെങ്കിൽ എന്നെ കൊല്ലും. അപ്പോൾ പിന്നെ എന്താണ്ടാവും, ഞാൻ മരിക്കുക, രാവണനുണ്ടോ, ഞാൻ വഴങ്ങണു. അവിടെ ഒരു മാസത്തിലകം രാമൻ ഇവിടെ എത്തിയില്ലെങ്കിൽ സീത ഈ ലോകത്തിൽ ഉണ്ടാവില്ല എന്ന് പ്രത്യേകം പറയുക. ഇതം ബ്രൂയമേ നാദം ശൂരൻ രാമം പുനഃ ജീവിതം ധാരയിഷ്യാമി മാസം ദശരഥാത്മജ. ഒരു മാസമാണ് ഞാൻ ജീവിക്കുക, എനിക്ക് തന്നിട്ടുള്ള ആയുസ് എന്ന് പ്രത്യേകം പറയുക. അതുകൊണ്ട് രാമ എന്നെ രക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് അങ്ങ് അവിടെ പോയിട്ട് പറയാം. ഊർദ്ധം മാസ ന ജീവേയം. ഒരു മാസത്തിലപ്പുറം കഴിഞ്ഞാൽ ഞാൻ ജീവിക്കില്ല. ഊർദ്ധം മാസ ന ജീവേയം സത്യേനാഹം ബ്രവീമിതേ. സത്യമായിട്ടുള്ള കാര്യമാണ്, ഇതിലൊരു മാറ്റമില്ല. രാവണേനോപരുദ്ധം മാം നികൃത്യ പാപകർമ്മണ. പാപിയായിട്ടുള്ള രാവണനാൽ ഇതാ ഞാൻ തടഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഏത് പ്രകാരത്തിൽ പാതാളത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ശ്രീയെ ഇന്ദ്രന് ഭഗവാൻ വീണ്ടെടുത്തു കൊടുത്തുവോ, അതേപോലെ എന്നെ വീണ്ടെടുക്കണം എന്ന് പറയുക. പ്രകാരം പറഞ്ഞു. തതോ വസ്ത്രഗതം മുക്ത ദിവ്യം ചൂടാമണിൻ ശുഭം പ്രതയോ രാഘവായേതി സീതാ ഹനുമതേതോ. ആ സീതയാകട്ടെ തൻ്റെ വസ്ത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചതായിട്ടുള്ള ചൂടാമണി എടുത്തിട്ട് ഹനുമാൻ്റെ കയ്യിൽ നൽകി. ഇത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഈ അധ്യായം തന്നെ കാര്യസാധ്യത്തിന് വിശേഷമാണ് എന്നാണ് പറയുക. ചൂടാമണി കൊടുത്തിട്ടുള്ള ആ ഒരു രംഗം. ഹൃദയോ രാഘവായേതി സീതാ ഹനുമതേതോ. രാമനായിക്കൊണ്ട് ഈ ചൂടാമണി കൊടുക്കണം, അടയാളവാക്യവും കൊടുത്തു. ഇത് രണ്ടും ആയപ്പോൾ എന്നെ കണ്ടുവോ എന്നുള്ള ഒരു സംശയവും പിന്നെ രാമന് തീർച്ചയായിട്ടും ഉണ്ടാവില്ല എന്ന് പറയാണ്. പ്രതിഗൃഹ്യ തതോ വീരോ മണിരത്നമനുത്തമം അങ്കുല്യോജയാമാസ നക്യത്യ പ്രഭവാത്ഭുത. ആ അങ്കുലീയകം അത് തൻ്റെ വിരലാണ്, വിരലിൽ ചേർത്തു, ചൂടാമണി ചേർത്ത് അണിഞ്ഞു. അതിനുശേഷം സീതയെ വലം വെച്ചു എന്ന് പറയാം. മണിരത്നം സീതാം പ്രദക്ഷിണം കൃത്ത പ്രണത പാർശ്വതസ്ഥിത. സീതയെ പ്രദക്ഷിണം വെച്ച് തിരിച്ചു പോവാൻ, ലങ്കയിൽ നിന്ന് മടങ്ങി വരാനായിക്കൊണ്ട് രാമലക്ഷ്മണന്മാരെ മനസ്സിൽ സ്മരിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. ഹർഷേണമകഥായുക്ത സീതാദർശനജേന സാഹൃദയേന ഗതോ രാമം ലക്ഷ്മണം സജലക്ഷണം. ലക്ഷണത്തോടു കൂടിയിട്ടുള്ള ലക്ഷ്മണനെയും രാമനെയും ഹൃദയം കൊണ്ട് മനസാ സ്മരിച്ച് തിരിച്ചു പോകാൻ ശ്രീ ഹനുമാൻ തീരുമാനിച്ചു. ആ ചൂടാമണി കയ്യിൽ ഏന്തിക്കൊണ്ട് തിരിച്ചു പോവുകയാണ്. മണിവരം ഉപഗൃഹ്യ തം മഹാർക്കം
ജനകനൃപാത്മജയാ ധൃതം പ്രഭാവാൻ ഗിരിവരപവനാവധൂതമുക്ത സുഖിത മനപ്രതിസംക്രമം പ്രപേദേ. ജനകപുത്രി വളരെ കാര്യമായി ശ്രദ്ധയോടുകൂടി വിചാരിച്ച് അണിഞ്ഞിരുന്ന ആ രത്നത്തെ ഏറ്റുവാങ്ങി ആ ഹനുമാൻ എല്ലാം ആറിത്തണുത്ത കൊടുങ്കാറ്റ് പോലെ എന്നോട് ഉപമ പറഞ്ഞേക്കുകയാണ്. കാരണം നല്ലൊരു കാര്യമാണല്ലോ, ഇവിടെ നടന്നു, കണ്ടു, സന്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി, ഇനി താമസിയാതെ രാവണവധയെ വേണ്ടു, അതുവരെയുള്ള കാര്യങ്ങളായതായിട്ട് തൃപ്തി കൊണ്ട് കൊടുങ്കാറ്റടങ്ങിയ മലമുടി പോലെ. ഗീര കൊടുങ്കാറ്റടിക്കുമ്പോൾ മലയിലാകെ ചാഞ്ചാട്ടമായിരിക്കും, മരങ്ങൾ അങ്ങോട്ട് അലഞ്ഞിട്ടും ഇങ്ങോട്ടും അലഞ്ഞിട്ടും അതൊക്കെയുണ്ട് ഒതുങ്ങിയാലോ ആകെ ഒരു ശാന്തത ഉണ്ടാവില്ലേ. അതുപോലെ കൊടുങ്കാറ്റൊടുങ്ങിയ ഒരവസ്ഥ പോലെ ഒരു മലയിൽ കൊടുങ്കാറ്റൊടുങ്ങിയാൽ എപ്രകാരമാണോ ശാന്തത സൃഷ്ടമാവുന്നത്, അതുപോലെ പ്രശാന്തമായിട്ടുള്ള സമാധാന ഭാവത്തിൽ മടങ്ങാൻ ഒരുങ്ങുകയും ചെയ്തു. പൂർവന്നാമതബോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം ദുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം നേതത്യരാമായണം രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.